ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയൊരു പടത്തിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ. ബസൂക്ക. ഡീനോ ഡെന്നിസ് ആണ്, ഒരു പുതിയ ഡയറക്ടറാണ്. അപ്പം പുള്ളിയെപ്പറ്റി കുറേ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുള്ളി ഇതേപോലെ സ്റ്റോറി പറയാൻ പോയപ്പോഴത്തേക്ക് പുള്ളി തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നൊക്കെ മമ്മൂക്ക നിർദ്ദേശിച്ചു എന്നൊക്കെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതിപ്പം ഉള്ളതാണോ ഇല്ലാത്തതെന്നാണെന്ന് പറഞ്ഞില്ല, ഫേസ്ബുക്കിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടതാണ്. അപ്പം അങ്ങനെ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് ഡീനോ ഡെന്നിസ് എന്ന് പറയുന്ന പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമാണ്. അത് മമ്മൂക്കയെ വെച്ച് അതൊരു മാസ് പടം. ഇതിപ്പോൾ ഏതാണ്ട് 2 വർഷമായി സത്യം പറഞ്ഞാൽ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പടം വരുന്നെന്നുള്ള ഒരു ബൈക്കിൻ്റെ കവർ മാറ്റുന്ന ഒരു ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് അതിൻ്റെ ടീസർ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടീസർ ഒന്ന് കണ്ടു നോക്കാം. ടെർബോയ്ക്ക് ശേഷം മമ്മൂക്കയുടെ മാസ് പടം. പുള്ളി എന്തെല്ലാമാണോ, പുള്ളി ഇതേപോലെ പുതുമുഖ ഡയറക്ടേഴ്സിനൊക്കെ കൃത്യമായിട്ട് ഡേറ്റും കൊടുത്ത് നല്ല അപ്ഡേറ്റഡ് ആയിട്ട് പുള്ളി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം ഇതെന്താണ് മാസ് പരിപാടി. മറ്റേ ടെർബോയ്ക്ക് ശേഷം ഇടിയൊക്കെ ഉണ്ടാന്ന് നോക്കാം. ഓക്കെ. പുതിയ സർഫാക്സ് അല്ലേ, അതൊക്കെ ആർക്കും ബെഞ്ചമിൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നു. എനിക്ക് വെറുതെ തലവേദന ഉണ്ടാക്കി. സാർ എന്താ സാർ ഈ പറയുന്നത്? ദി ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ ബെഞ്ചമിനോടൊരു ബഹളം. നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടു വിളിക്കാം സാർ. ഓക്കെ. ഇയാളെന്തൊരു സിനിമ ആണ് അവിടെ കലിപ്പ് കിടക്കുന്നു. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. ഗൗതം മേനോൻ. പഴയ വിന്റേജ് ഏതോ കാറാണ് കേട്ടോ. പ്ലൈമൂത്ത് ആണോ എന്തോ. പഴയ ടാപ്പർ. ഇത് ഭീഷ്മയല്ലേ? ഭീഷ്മേനെ പോലെ കസേരയിൽ ഇരിപ്പുണ്ട്. ഷെവർലെ അപ്പൊ പണിയാണ്. 8-2-16 8-2-16 പണി. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. എന്റെ അമ്മ, എന്തൊരു സാധനം ഓടിയ കണ്ടത്. രോമാഞ്ചം. കിടിലൻ ടീസർ. 8-2-16 പണിയുണ്ട്. ഇത് പഴയ ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ഡയലോഗ് ഉണ്ടല്ലോ. ഒരു സിനിമയിൽ ഇതേപോലെ ഡയലോഗ് കേട്ടായിട്ട് ഓർക്കണം ഇങ്ങനൊരു സാധനം. പക്ഷെ തുടക്കത്തിലെ കസേര കണ്ട ഞാൻ വിചാരിച്ച് ഭീഷ്മയായിരിക്കും കേട്ടോ. പക്ഷേ എന്ത് ഭീഷ്മയായ എന്ത്, ആ കസേര ഇരുന്നിട്ട് എന്ത് പടം പോയ പോക്കറിയല്ല. അതുപോലെ ഭയങ്കര റേഞ്ചിൽ എന്തായാലും ഈ സാധനം പോകുന്നതാണ് തോന്നണത്. ഇതൊരു ലുക്കടേ. പക്ഷെ എൻ്റെ അമ്മി, അന്യായ ലുക്ക്. എന്തായാലും കിടിലൻ സാധനമായിരിക്കും. ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് കേട്ടോ, നമ്മളെല്ലാ റോളും ചെയ്തിട്ടുണ്ടെന്ന്. ശരി തന്നെയാണല്ലേ പുള്ളി. ഇപ്പം വ്യത്യസ്തമായിട്ട് പുള്ളി ഓരോ പുതിയ റോളുകൾ ചെയ്യണത്, പുതുമുഖ ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുക്കണത്. പുള്ളി അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് സിനിമയൊക്കെ എൻജോയ് ചെയ്ത് അഭിനയിച്ച് അങ്ങനെ അങ്ങ് പോകണ ഒരു താളത്തിന്. കൊള്ളാം. നല്ല കിടിലൻ ടീസർ. ഫസ്റ്റ് ഡേ തന്നെ കാണണം സാധനം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ സാധനമുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ എഡിറ്റിങ്, അതേപോലെ ക്യാമറ വർക്ക് കൊള്ളാം കേട്ടോ. നല്ല DOP അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ റൊഷാക്കിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആളാണെന്നാണ് കേട്ടത്, അറിഞ്ഞുകൂടാ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. തിയേറ്ററിൽ ആംബിയൻസി കാണുമ്പോൾ അടിപൊളിയായിരിക്കും.
ഒരു ലുക്ക് ഒരു രക്ഷയില്ലടേ. ഇത്രയും വയസ്സായി, 10-72 വയസ്സുണ്ട്. എന്തെല്ലാം കാണിക്കുന്നു എന്തോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ കാണാം. നിങ്ങൾക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മമ്മൂക്ക ഫാൻസിൻ്റെ പവർ കാണിക്കൂ. ഓക്കെ.